മൊഴി കൊടുത്ത ശുചീകരണ തൊഴിലാളിയുമായി ധർമ്മസ്ഥലയിലേക്ക് പോവാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. ഇന്നലെ ഇയാളുടെ വിശദമായ മൊഴി മംഗളൂരുവിൽ നിന്നും ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം. ധർമ്മസ്ഥലയിൽ ബെൽത്തങ്കടി SIT ക്യാമ്പിന് കനത്ത സുരക്ഷയും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിലെ റിസർവ് വനത്തിലടക്കം വിവിധ സ്ഥലങ്ങളിൽ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് സാക്ഷിയുടെ മൊഴി. അതേസമയം താൻ മറവ് ചെയ്ത ഒരു മൃതദേഹത്തിനെയും വിവരം പോലീസിനെ അറിയിച്ചിട്ടില്ല എന്ന് ഒരു സാക്ഷി ആവർത്തിച്ചു. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, വലിയ വിവാദ കൊടുങ്കാറ്റായി നിൽക്കുകയാണ് ധർമ്മസ്ഥലയിലെ ഈ വിഷയം. വലിയ തോതിൽ രാഷ്ട്രീയ പ്രാധാന്യം കൈവരിക്കുന്നു. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പല വിധത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് SIT അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ സാക്ഷി മൊഴികളിലൊക്കെ എത്രത്തോളം വിശ്വാസ്യത SIT കണക്കാക്കുന്നുണ്ട്? ഇന്നടക്കം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ. ദിവിഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ഈ സാക്ഷിയെ വെളിപ്പെടുത്തൽ നടത്തിയ ആ വ്യക്തിയെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം 100-ലധികം മൃതദേഹങ്ങൾ ഏതാണ്ട് 19 വർഷക്കാലത്തിനിടയിൽ മറവ് ചെയ്തു എന്നാണ്. ഈ 100 എന്നുള്ള ഒരു നമ്പർ വരുമ്പോഴാണ് അതിലൊരു അസ്വാഭാവികത വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി DGP പ്രണബ് മൊഹന്തി ബംഗളൂരുവിലേക്ക് മടങ്ങുകയും ചെയ്തു. ഏതായാലും DIG അനുചേതും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജിതേന്ദ്ര ദായമും അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ സാക്ഷി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു മൃതദേഹത്തിൻ്റെയും വിവരം പോലീസിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് സാക്ഷിയുടെ മൊഴി. ഇൻക്വസ്റ്റോ പോസ്റ്റ്മോർട്ടമോ നടത്തിയിട്ടല്ല ഈ മൃതദേഹങ്ങളൊന്നും മറവ് ചെയ്തത്. ഈ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാർ മറ്റ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയാണ് ഈ മൃതദേഹങ്ങൾ പലതും മറവ് ചെയ്യിച്ചത്. ഏതായാലും ഈ പ്രദേശങ്ങളിൽ ബെൽത്തങ്കടി ഉൾപ്പെടെയുള്ള ഈ മേഖലകളിൽ, ധർമ്മസ്ഥലം ഉൾപ്പെടുന്ന മേഖലകളിൽ കാണാതായവരുടെ കുറിച്ചുള്ള ഒരു പട്ടിക തയ്യാറാക്കാൻ SIT നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ അജ്ഞാത മൃതദേഹം ഓരോന്നും മറവ് ചെയ്തതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ കുഴിച്ച് പരിശോധന നടപടിയിലേക്കൊക്കെ പോവുക. അതിന് സാങ്കേതികമായി നിരവധി അനുമതി ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു വനമേഖലയാണ്, വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയൊക്കെ അനുമതി വേണം. അങ്ങനെ വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതെല്ലാം പടിപടിയായി കടന്ന് ഈ കുഴിക്കുന്ന നടപടികളിലേക്ക് പോകുകയുള്ളൂ എന്നാണ് നിലവിൽ SIT-യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സാരംഗ് സുരേഷ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ ശ്രീധരൻ സൂചിപ്പിച്ച പോലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റുപാടുമൊക്കെ ഒരുപാട് റിസർവ് വനങ്ങൾ ഉള്ളതാണ്. ഒരുപാട് മേഖല ജനവാസമില്ലാത്ത സ്ഥലങ്ങളാണ്. മലയാളികളടക്കം ഒരുപാട് താമസിക്കുന്ന ഇടം തന്നെയാണ്, കുടിയേറ്റ പ്രദേശമൊക്കെയാണ്. എങ്ങനെയാണ് കൂടുതൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു മലയാളി കുടുംബത്തിൻ്റെ 10 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ സംശയങ്ങളുമായി രംഗത്ത് വരുന്നുണ്ടോ? ഈ ആരോപണ വിധേയരുടെ കുടുംബങ്ങളിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ പല വിധത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അതൊക്കെ ഈ പൊതുചർച്ചയിലേക്ക് വരുന്നുണ്ടോ അവിടെ? ദിവിഷ്, ആരോപണ വിധേയരായ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും യാതൊരു പ്രതികരണവും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കൂടുതൽ ആളുകൾ അവരുടെയൊക്കെ തന്നെ ഈ മക്കളെ നഷ്ടപ്പെട്ടു പോയത് ക്ഷേത്ര ദർശനത്തിന് എത്തിയ സമയത്തൊക്കെ തന്നെ ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായ പെൺകുട്ടികളുടെയൊക്കെ തന്നെ കുടുംബങ്ങൾ ഇപ്പോൾ നിരവധി പരാതികളുമായി SIT-യെ സമീപിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇനി ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതലായി അത്തരത്തിലെത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വളരെ വിസ്താരമുള്ള, വളരെ നീണ്ടു കിടക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് SIT പോകുന്നത്. അവരിൽ നിന്നൊക്കെ തന്നെ ഏറ്റവും എത്രത്തോളം വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമോ അത്രത്തോളം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഇനി ഓരോ നിമിഷവും SIT മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷമായിരിക്കും ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി DGPക്ക് SIT കൈമാറുക. DGP അത് കർണാടക മുഖ്യമന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഈ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ശുചീകരണ തൊഴിലാളിയുടെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു തെരച്ചിലേക്കൊക്കെ തന്നെ SIT കടക്കുക. മാത്രമല്ല, നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വനമേഖലയാണ്, റിസർവ് വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി വന മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട പല അനുമതികളും നേടേണ്ടതായുണ്ട്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുമതി നേടേണ്ടതായുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുമതി നേടേണ്ടതായുണ്ട്. അത്തരത്തിലുള്ള അനുമതികൾ പൂർണ്ണമായും നേടിയതിനു ശേഷമായിരിക്കും ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ റഡാറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളായിരിക്കും ആദ്യഘട്ടത്തിൽ അവിടെ നടത്തുക. അതിനുശേഷമായിരിക്കും ഇനി അവിടെയുള്ള സാധ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവിടെ അത്തരത്തിലുള്ള ഒരു പ്രദേശമൊക്കെ തന്നെ കുഴിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതായുള്ളത്.